മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് നമ്മൾ ചില സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാകുന്ന പ്രകാശമുണ്ട്. അതിൻ്റെ ഒരു രസത്തിലും ത്രില്ലൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഈ പറഞ്ഞതിനോട് 100% യോജിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പച്ചമുളകിൻ്റെ അച്ചാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഏകദേശം 300 ഗ്രാമോളം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി തുടച്ച് ഈർപ്പം ഒട്ടുമില്ലാതെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നെടുകെ 2ആയിട്ട് മുറിക്കണം. അപ്പം എല്ലാം പച്ചമുളകും ഞാൻ മുറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: മല്ലി, പെരുംജീരകം, ജീരകം, മഞ്ഞ കളറുള്ള കടുക്, ഉലുവ, പിന്നെ സാധാരണ കറിയിൽ ഉപയോഗിക്കുന്ന കടുക്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇത് ആദ്യം ഞാൻ കടുകും 2 ടൈപ്പ് കടുകുകളും നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. നല്ല ഒരു സ്മെൽ വരുന്നുണ്ട്. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ബാക്കിയും കൂടെ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു ചെറുതായിട്ട് ആരോമാറ്റിക് ആവുന്നവരെ റോസ്റ്റ് ചെയ്യണം. കരിയാതെ നോക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് കുറച്ച് കരിഞ്ജീരകം കൂടെ ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറിയ സ്പൂണ് കരിഞ്ജീരകം. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയോ കടുകെണ്ണയോ ആണ് ഈ അച്ചാറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ നമ്മുടെ പച്ചമുളക് നെടുകെ പിളർന്നത് എടുത്ത് അതിനകത്ത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ ചേർക്കണം. ഈ പൊടികൾ ഈർപ്പമില്ലാത്തൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി നമ്മുടെ പച്ചമുളകിലേക്ക് യോജിപ്പിക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് ബാക്കി നല്ലെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഇതിനകത്ത് ആംചൂർ പൗഡർ ചേർക്കും. ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. നമുക്കിത് ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറുനാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പച്ചമുളക് അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് മാറ്റാം. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ ഇത് ബെസ്റ്റാണ്. ഇനി ഇത് വെച്ച് നമുക്ക് വേറൊരു കറി ഉണ്ടാക്കാം. അത് ഞാൻ വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അച്ചാർ ഉണ്ടാക്കുമ്പം എനിക്കും കൂടെ തരണമെന്ന് പറയുന്ന ഒരാളുണ്ട്. ആളുടെ കണ്ണിലെ തിളക്കം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുക്ക് ചെയ്യുക, അവരുടെ കണ്ണിലെ തിളക്കം കണ്ട് സന്തോഷിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.